തൃക്കൂർ പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം ചേർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർവകക്ഷികളുടെ നിർദ്ദേശപ്രകാരം ഒരുമിക്കാം നമുക്ക് തെരുവുനായ ശല്യം ഒഴിവാക്കാൻ എന്ന സന്ദേശം ഉയർത്തി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായകളെ വീടുകളിൽ വളർത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഇറച്ചിക്കടകൾ, മീൻ വിൽപ്പനക്കാർ, ഹോട്ടലുകൾ, തട്ടുകടകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലെ മാലിന്യ സംസ്കരണം നിർബന്ധമായും കാര്യക്ഷമമാക്കും. വീടുകളിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ യാതൊരു കാരണവശാലും പുറത്തേക്ക് വലിച്ചെറിയരുത്. പൊതുസ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിലടക്കം ജനവാസ മേഖലകളിൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകരുത് എന്ന നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ അറിയിക്കുന്നതിനും അവരുടെ സഹകരണം ആവശ്യപ്പെടുന്നതിനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ, തൃക്കൂർ വെറ്റിനറി ഡോക്ടർ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു കാരണവശാലും പുറത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ലൈസൻസിന്റെ പട്ടിക മാത്രം കൊടുക്കുക, വേറെ പട്ടിക പുറത്ത് കൊടുക്കാൻ പറ്റില്ല. അത് നിർബന്ധമായിട്ട് പറയും. ഈ പറഞ്ഞ സ്പോട്ടുകളുണ്ടാവും. ഞാനിത് കരുതി 10 കൈകാര്യം ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ ഒരു 17 കുട്ടികളായിട്ട് വരട്ടെ. അപ്പൊ ഇതൊരു 27. ഇപ്പൊ ഇതിനും ചെയ്യാം. ആളുകൾ കുട്ടികളെ പ്രശ്നം പറയുന്നുണ്ട്, വീടുകളും പുറത്ത് കിടന്ന പ്രശ്നം പറയുന്നുണ്ട്. നാട്ടിലില്ല, ആ വീട്ടിൽ വന്നപ്പോ അവരുടെ വീടും നിറയെ നായ്ക്കളാണ്, നമുക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ പറയുന്നെങ്കിലും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെ കൂടെ നിൽക്കുക, നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിഷ്ടമുള്ള കുറെ പട്ടികൾ വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഞാൻ കുറെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു. അതാണ് ഇവിടെ ജനലൊരു പ്രശ്നം. അവരുടെ വീട്ടിൽ മാത്രമല്ല തോന്നുന്നു. അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലാതുണ്ടെങ്കിൽ അതാണ്. അപ്പൊ അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഏതെങ്കിലും ആളുകൾ ഭക്ഷണം കൊണ്ടുവിടുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ 3-4 സ്ഥലത്തിറങ്ങി നമ്മൾ പോയിട്ടില്ല, മൊബൈലിലൊക്കെ വേസ്റ്റ് കൊണ്ടിട്ടുന്നവർ പിടിക്കുന്നവർക്ക് ചാർജ് ചെയ്തു. ഒരാളുടെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ചിലപ്പോ അത് വേറെ രീതിയിലേക്ക് അതില്ലാണ്ട് പഞ്ചായത്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. കാരണം ഇപ്പൊ ഞാൻ എൻ്റെ പേരിൽ കേസ് കൊടുത്തു. അപ്പോൾ ഒരു ലക്ഷ്യപ്പോ നമ്മൾ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഫസ്റ്റ് തുടക്കം അമ്പലത്തിലെ ഫ്രണ്ടിലായിരുന്നു ഒരു ഭക്ഷണം വെച്ച് കൊടുത്തത്. അവിടെ ഭക്ഷണം വെച്ച് കൊടുത്ത് ഇവിടെ ഞങ്ങൾ പറഞ്ഞു അവിടെ വെച്ച് കൊടുക്കല്ല, മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ആൾക്കാരെ വിളിക്കാം. ഡോക്ടർ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റാതായിരുന്നു. ഞാൻ ഓടിക്കുന്നത് എയ്സ് വണ്ടിയാണ്, ഇയാൾക്കറിയാം. എൻ്റെ വണ്ടി ഈ ഹൈഡെക്കാണ്, എന്ന് വെച്ചാൽ സൈഡ് ഇങ്ങനെ പൊന്തിയിട്ടുള്ള വണ്ടിയാണ്. എൻ്റെ വണ്ടി എവിടെ കണ്ടാലും ഈ വന്ധ്യീകരണം നടത്തിയ നായ്ക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കും. കാരണം വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നോക്കാനായിട്ട് അവർക്ക് അറിയില്ല. പലപ്പോഴും തൃശ്ശൂർ റൗണ്ടിൽ വെച്ചിട്ട് ഞാൻ നേരിട്ടുള്ള പ്രശ്നമാണ്. എൻ്റെ വണ്ടി ഇറച്ചി കച്ചവടമായാലും മറ്റു ഹോട്ടലുകളായാലും ഞാൻ ഗ്രൂപ്പിൽ കൂടെ ഇന്ന് തന്നെ നിരന്തരമായി മെസ്സേജുകൾ വിടുന്നുണ്ടെങ്കിലും ഇന്ന് തന്നെ എൻ്റെ സുരക്ഷ മനസ്സിലാക്കിയിട്ട് ഞാൻ അതിന് നിർദ്ദേശം ഗ്രൂപ്പിലൂടെ അറിയിക്കാമെന്ന് ഞാനിവിടെ ഉറപ്പ് തരുന്നു. വ്യാപാരി വ്യവസായ ഏത് തരത്തിലാണെങ്കിലും എല്ലാവിധ സഹകരണം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകും. ഈ കാടിന്റെ അടുത്തുള്ള സ്ഥലത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ, തെരുവുനായ്ക്കളെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല വേറൊരു റിസ്ക് കൂടി ഉള്ളത്, ഈ കുറുക്കനീനൊക്കെ പേവിഷബാധയുടെ പ്രശ്നങ്ങൾ കൂടുതൽ ബാധിക്കുന്നത് കൊണ്ട് ഇത്തരം പഞ്ചായത്തുകളിൽ വളരെ കൃത്യമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആക്രമിക്കുന്നതിന് പുറമെ ഈ ഏറ്റവും പേടിക്കേണ്ട പേവിഷബാധ പോലെയുള്ള അസുഖവും ഈ നായ്ക്കളിൽ കൂടി മനുഷ്യന് പകരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പഞ്ചായത്ത് വളരെ നേരത്തെ തന്നെ ഇതിൽ ഇടപെടാൻ ഒരു തീരുമാനം എടുത്തതിന് ആദ്യം തന്നെ പഞ്ചായത്ത് സമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു.